അളിയ മുങ്ങിയില്ല. എന്തിനെടുക്കൂ ഈ കുളത്തിൽ കുളിക്കുന്ന സുഖമൊന്നും വേറെ അളിയാ. പിന്നെ പൂൾ അവിടെ കിടക്കുന്ന നമ്മുടെ ഈ കുളം എവിടെ? പൂള് ജർമ്മനിയിലും കുളം കേരളത്തിലും. കളിയൻ്റെ ഒരു കാര്യം അത് വിട്. കച്ചവടം എങ്ങനെ പോളില്ല? മലയാളികൾക്ക് പിന്നെ അസുഖത്തിന് പഞ്ഞില്ലാത്തതുകൊണ്ട് തിരക്കേടില്ലാണ്ട് പോകണം. എന്നാലും മൊത്തത്തിലൊരു മ്ലാനതയാണല്ലോ അളിയ. സത്യത്തിൽ എനിക്ക് അളിയനെ കാണുമ്പോൾ അസൂയ. അതെന്ത്? ജർമ്മനി എടുത്ത് മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്ന് വാശി പിടിക്കില്ലല്ലോ. അതില്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാറില്ല. പക്ഷേ അവരുടെയൊക്കെ വാശി അതുക്കും മേലെ അളിയാ. അതായത് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഉടക്കിയ അപ്പം അതല്ല ഡിവോഴ്സ്. പിന്നെ നമ്മുടെ പേര് കേസായി മൊത്തം സ്വത്ത് അവരുടെ പേര് എഴുതിയും കൊടുക്കണം. പിന്നെ ആയുഷ്കാലം മുഴുവൻ അവർ നോക്കും വേണം. ഇതൊക്കെ പേടിച്ചിട്ടാ ഞാൻ കേരളിയ ഒരു വരാറ്. നല്ല അമ്പലല്ലേ? കുളി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. വരുന്നില്ലേ? വരേ. അരവിന്ദേട്ടൻ എപ്പോഴും ഇങ്ങനെയാ. ഈ അമ്പലത്തിൽ പോകാനാണ് ഈ അണിങ്ങി പോയത്. സഹിക്കാൻ അതളിയന് ഭാര്യയെ പേടിയുള്ളതുകൊണ്ടാ. പൈസ തരണ. ജർമ്മനിയിലായാലും കോന്തം തന്നെയാണ്. രാമ 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 പാഹിമ രാമ 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 പാഹിമ. ഹലോ, ആ ട്രീസ പറയൂ. ഇല്ല, ഞങ്ങള് നാട്ടിലാ. ഓ, ഡേറ്റ് വന്നോ? വെള്ളിയാഴ്ചയോ? ഓ ശരി, താങ്ക് യു. ഞങ്ങൾ നാളെ തന്നെ എത്തും. ശരി ട്രീസ, ബൈ. എന്താ മോളെ? ഹോളി സെയിൻസിന് ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വന്നു, മനുവിന്റെ അഡ്മിഷന്. ഞാൻ പേടിച്ചിരിക്കായിരുന്നു അച്ഛാ, ഇനി അങ്ങനെ അവര് വിളിക്കില്ലെന്ന്. എന്താ മോളെ അവർ ഇന്റർവ്യൂവിന് ചോദിക്കുക? അമ്മയുടെ ക്വാളിഫിക്കേഷൻ എന്താ, അച്ഛന്റെ വരുമാനം എന്താ, മോനെ എന്തിനാ ഈ സ്കൂളിൽ തന്നെ ചേർക്കുന്നേ, അങ്ങനെ കൊറേ ഉണ്ടെന്ന്. എന്ത് ചോദിക്കുന്നു പറയാൻ പറ്റില്ല അച്ഛാ, എന്ത് വേണമെങ്കിലും ചോദിക്കും. അരവിന്ദേട്ടാ, നമുക്ക് നാളെ തന്നെ പോണം. വാ മോനെ. ശരി, ബൈ. ശരി കേട്ടോ. ഓക്കെ അളിയ, അപ്പൊ കാണാം. ശരി അളിയ, കാണാം. ശരി. മോൻ നന്നായി പഠിക്കണം കേട്ടോ. അമ്മ പറയുന്നതൊക്കെ കേക്കണം. ഇനി എന്നാ അമ്മൂമ്മയെ കാണാൻ വരിക? എന്നോട് വരും അമ്മൂമ്മ. അപ്പൂപ്പൻ അങ്ങോട്ട് വരാട്ടോ കാണാൻ. അരവിന്ദന്റെ ഡോക്യുമെന്റ്സ് എവിടെ? ഡോക്യുമെന്റ്സ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. എന്റെ SLC ബുക്ക് സൂക്ഷിക്കണം കേട്ടോ. 10-15 വർഷത്തെ അധ്വാന. പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, റേഷൻ കാർഡ്. ജാതകം വേണ്ടി വരുമോ? വേണ്ടേ? ശരി. എന്താ അരവിന്ദേട്ടാ, ഈ കോപ്പി ഒന്നും ക്ലിയറേ അല്ല. എത്ര പറഞ്ഞാലും അരവിന്ദേട്ടൻ കേൾക്കുകയില്ല. ഒറിജിനലേ ക്ലിയർ അല്ല. പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എവിടെ? തന്നെ പിൻ ചെയ്ത് വെക്കണം. ഇപ്പൊ നോക്കിയത് നന്നായി. അതിന്റെ ഒന്നും ആവശ്യമില്ലടി. BCom ആണെന്നങ്ങ് പറഞ്ഞാൽ മതി, വേറെ പ്രൂഫ് ഒന്നും വേണ്ട. ആവശ്യമുണ്ട്, വെറുതെ അങ്ങനെ പറഞ്ഞാ പോരാ. എല്ലാത്തിനും കറക്റ്റ് പ്രൂഫ് കൊടുക്കണം. പിന്നെ അരവിന്ദേട്ടാ, സമയം കളയല്ലേ. ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നു. എവിടുന്ന്? യൂണിവേഴ്സിറ്റിന്ന്. എങ്കിൽ അത് അപ്ലൈ ചെയ്താ പോരെ? അപ്ലൈ ചെയ്താൽ കിട്ടും, പക്ഷെ 2-3 വർഷമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. 3 വർഷം? അപ്ലൈ ചെയ്ത് പരീക്ഷയൊക്കെ എഴുതി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി 3 വർഷം ലേറ്റ് ആവും. അപ്പോ എന്റെ അടുത്ത് BCom എന്ന് പറഞ്ഞത്? BCom എന്നല്ലേ പറഞ്ഞോളൂ. അരവിന്ദേട്ടാ, ഇത്രയും നാൾ എന്നെ പറ്റിക്കായിരുന്നല്ലേ. പഠിക്കാൻ ഞാൻ അത്ര മോശമൊന്നും ആയിരുന്നില്ല. പിന്നെ പറ്റിച്ചാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പ്രിയ. തിരുത്താൻ സമയം കിട്ടിയില്ല, അതാ സത്യം.
എല്ലാവർക്കും ഉണ്ടാവും മറ്റാരോടും പറഞ്ഞാൽ മനസ്സിലാവാത്ത പ്രാരാബ്ദത്തിന്റെ കഥകൾ. ക്ഷമിച്ചേക്കണോ? അരവിന്ദേട്ടനൊന്നും കഴിച്ചില്ലല്ലോ. ദോശ ഉണ്ടാക്കട്ടെ? കഴിച്ചു. സോറി, നല്ല വിശപ്പുണ്ടായിരുന്നു. വാടകയ്ക്കോ? എന്താ അരവിന്ദായി പറയണത്? അല്ല, ഇന്റർവ്യൂവിന് ആൾക്കാരെ വാടകയ്ക്ക് കിട്ടുന്ന കുമാർ സാർ തന്നെയില്ല എന്ന് പറഞ്ഞു. അയ്യോ, അത് സിറ്റുവേഷൻസ് വേറെ അല്ലേ. ഡൈവോഴ്സ് കേസുകൾ, സിംഗിൾ മദേഴ്സ്, വേറെ വേറെ കഴിയുന്ന പേരൻസ്. ഇത് നിങ്ങൾ വളരെ സ്നേഹത്തോടെ കഴിയുന്ന കുടുംബമല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ ഡൈവോഴ്സ് ചെയ്താലോ? ഏ അല്ല, അഡ്മിഷൻ കിട്ടാതെ ഒരു വഴിയുള്ളെങ്കിൽ ഞാൻ അതും ചെയ്യും സാർ. അതൊക്കെ പ്രശ്നമാവുമായിരുന്നു. അല്ല, അത് ആ സ്കൂളിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല സാർ. അതെന്താ? അത് വലിയൊരു കഥയാണ്. ഞാൻ എൻ്റെ ബുദ്ധി വെച്ചൊരു ശ്രമം നടത്തി, പക്ഷെ അത് ഏറ്റില്ല. സാർ പ്ലീസ്, സാറിന് ഈ കേസിൽ എനിക്ക് വിശ്വാസം. അത്രയ്ക്ക് പ്രശ്നമാണോ? അതെ, സാറിനറിയോ, ബ്രേക്ക് ഇല്ലാത്തൊരു വണ്ടി ഒരു ഭ്രാന്തൻ ഓടിച്ച് എങ്ങനെയുണ്ടോ? ഭയങ്കരാവും. ഭയങ്കര. പക്ഷെ കാശ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അരവിന്ദ. കാശില്ലല്ലോ. എന്നാ പിന്നെ ഒറ്റ വഴിയുള്ളൂ. ഏ? ദുബായിക്ക് വിട്ടോ. ദുബായ്? അരവിന്ദൻ ദുബായിലാന്ന് പറഞ്ഞാൽ മതി. ഇതൊന്നും ആരും നോക്കില്ലെന്നേ. അപ്പോൾ പിന്നെ ഭാര്യ ഒറ്റയ്ക്ക് പോയാൽ മതിയല്ലോ. പ്രശ്നം തീർന്നില്ലേ? സാർ ഒരു സംഭവം. അതെനിക്കറിയാം. ആ അപ്പോ ദുബായിൽ നിന്ന് വന്നിട്ട് കാണാം. ദുബായ് അൽഹംദുലില്ലാ. അങ്ങനെയൊന്നുമില്ല, പ്രിയ ഞെട്ടും. എന്തിനാ പ്രിയ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്നത്? നിനക്ക് നടുവേനുള്ളതല്ലേ? ആ പുഷ്പത്തിനെ വിളിച്ചാ പോരെ? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്റെ നടുവേദനയോ അത് പുഷ്പയെ കാണാത്തതോ? ഞാൻ എന്ത് പറഞ്ഞാലും നീ തെറ്റിദ്ധരിക്കും. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്താ കാര്യം? എടി, ഇത്തവണ നമ്മുടെ മോന് എന്തായാലും സീറ്റ് കിട്ടിയിരിക്കും. ഞാൻ എന്റെ വാരഫലം നോക്കി. ഈ ആഴ്ച എനിക്ക് വളരെ നല്ല സമയം. അതുകൊണ്ട് നാളെ ഇന്റർവ്യൂവിന് ഞാൻ വരുന്നില്ല. അപ്പൊ ഇതിനാണല്ലേ ഈ സ്നേഹം കാണിച്ചത്? അതല്ല പ്രിയ, ഇന്റർവ്യൂവിന് നിന്റെ മുമ്പിൽ വെച്ച് അവരെന്തെങ്കിലും ചോദ്യം ചോദിക്കും, ഞാൻ ആകെ കിടന്ന് പതറുകയും ചെയ്യും. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഉള്ള കോൺഫിഡൻസും പോയി. അതുകൊണ്ട് ഞാൻ ദുബായിക്ക് പോവാ. അല്ല, അങ്ങനെ പറഞ്ഞാൽ മതി. ഓ, നിങ്ങളുടെ ബികോം ഡിഗ്രി പോലെ അല്ലേ? അല്ലാതെ ഈ കുമാർ സാർ പറഞ്ഞ ഐഡിയ താൻ വിചാരിച്ചത് പുഷ്പം പോലെ നടക്കും. കുറച്ച് നാളായല്ലോ നിങ്ങൾ പുഷ്പം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. അത് വിട്ടു. എടോ, ഈ ഗുളിക കൊണ്ട് തീരാത്ത സാധനത്തിന് ഒരു ചെറിയ ഇഞ്ചക്ഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, ഡോസ് വിട്ടുപോയി. നോ പ്രോബ്ലം. പുഷ്പം പോലെ ശരിയായി തരാം. Where did you do your schooling? സെന്റ് ഫിലോമിനാസ് കോൺവെന്റ്, രാമപുരം. And you? Sir, Which school did you study in, Miss Arvind? I study Elephant Rock LP School. What? Where? Anapar LP School. ഇതിൽ കുറച്ച് റാൻഡം ടോപ്പിക്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് അതിൽ കാണുന്ന വിഷയത്തെക്കുറിച്ച് 2 മിനിറ്റ് സംസാരിക്കണം. Take it. In English, Mr. Arvind. അത് കുഴപ്പമില്ല. No. I want you to speak. Me? Yes, you. Pick it up. Show me that. Give it to me. Give it. Thank you, sir. Child labor. ഈശ്വരാ. Child labor, sir. We want you to speak. Yes, you. No problem. I speak. Good question. Sitting style or standing style? Your wish. Any style. ഞാൻ സ്പീക്കർ. ഇപ്പം പാപ്പം കുറച്ച് മാറ്റി വെച്ചിട്ട്. Ladies and gentlemen, child labor അല്ലേ? Yeah. Child labor is big. Child labor is big pain to all. Because in labor room, labor comes, child comes. Okay. My mother labor me. My wife mother labor my wife. My wife labor my son. Labor ladies only.
Because labor start, mother-child romance start. My mother tell always she labor me 10 months. Reason who? My father. പണ്ട് അച്ഛൻ പറഞ്ഞ മോനെ സോറി ഇംഗ്ലീഷ് സ്പീക്ക് ഓൺലി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈംസ് നോ നോർമൽ ലേബർ നോ പ്രോബ്ലം നോട്ട് ഓൺലി ബട്ട് ഓൾസോ മൈ മദർ 7 times സ്റ്റിൽ ഫുൾ എനർജി ബട്ട് നോ ഹോൾ ടൈം പാസ് നോർമൽ ലേബർ ഹിയർ ആൻഡ് ദർ but also cesarean labor everywhere. See, my own wife cried in labor room, cesarean. I know, agree. Why? Climax. Look my property, the Priya, full fit. Okay. Normal labor, first pain. Future, no pain. Cesarean labor, first no pain, future pain, no pain. Okay, sir? I full stop. Child labor. Fantastic. Yours faithfully are in TP. Okay. കുറച്ച് വെള്ളം തരാം. പിന്നെന്താ കുറച്ചുകൂടെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. Very good. I like it. Thank you. Thank you, ചേച്ചി. Thank you. നിന്റെ അമ്മ ദേഷ്യത്തില. അച്ഛൻ ട്രൈ ചെയ്ത് അമ്മയ്ക്ക് ഇഷ്ടായില്ല. കണ്ടോ? നിന്നോട് എന്താണ് അവര് ചോദിച്ചേ? ABCD ചോദിച്ചു. നിനക്ക് എളുപ്പമായിരുന്നല്ലേ? അമ്മയ്ക്ക് എളുപ്പമായിരുന്നു. അച്ഛനെ അവര് കുഴപ്പിച്ചടാ. പിന്നെ ഉള്ള കൊച്ചൻ കലക്കി. ശരിക്കും ശരിക്കും. വാ, വാടാ, എന്റെ അമ്മ ബൈക്ക് എടുത്തോണ്ട് പോകും. ഒന്ന് നിക്ക് പ്രിയേ. പ്രിയേ, നിനക്ക് എന്താടി ഒരു സന്തോഷമില്ലാത്ത? നിങ്ങൾക്ക് ഇത്രയ്ക്കും വിവരമില്ലാതായി പോയല്ലോ. എന്റെ തൊലി ഉരിഞ്ഞു പോയി. അതെന്തിനാ? പറ. ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എന്താ ഞാൻ പറഞ്ഞ കുഴപ്പമായോ? പിന്നെ പ്രസവത്തിന്റെ കാര്യമല്ലേ സ്കൂളിൽ ചോദിക്കുന്നത്? എനിക്ക് തോന്നി പ്രസവത്തിന്റെ കാര്യം സ്കൂളിൽ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. മിണ്ടരുത്. ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ ലേബർ റൂമും ലേബർ ലോയും ഒന്നും അല്ല. പിന്നെ അതിന്റെ അർത്ഥം ബാലവേല എന്നാ. ബാലവേല? ഒരു സൂചന ഞാൻ കലക്കാനില്ലേ? ഇത്രയും കലക്കിയത് പോരെ? കലക്കാൻ വന്നിരിക്കുന്നു. അച്ഛാ കലക്കി അച്ഛാ. വാടാ ഇങ്ങോട്ട്. എന്തേ മുരളി ഇങ്ങക്കൊരു വിഷമോ? നീ ചൈൽഡ് ലേബർ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടുണ്ടോന്നോ? ചൈൽഡ് ലേബർ എന്ന് കേട്ടുണ്ടോന്നോ? എന്നോടോ ഞാൻ 10-12 കൊല്ലമായില്ല ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് ഇത് അറിയില്ല? നമ്മളെ കസ്റ്റമേഴ്സ് കേൾക്കണ്ട കേട്ടോ. ഭയങ്കര മോശം അതൊക്കെ. ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ ഉടമയ്ക്ക് ഇത് അറിയില്ല അറിഞ്ഞാൽ ഛേ അയ്യേ ഞാൻ ഇവിടുന്ന് മാറേണ്ടി വരും. ഇതാണ് സാധനം. കുട്ടിക്കാണ് ഒരു നേരം, വലിയവർക്കാണ് 2 നേരം. നിന്നെ പോലൊരു തെണ്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ തെണ്ടിപ്പോയനടാ. ഞാൻ നിങ്ങളെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ നിങ്ങളെ കൂടെ. പിന്നെ നിങ്ങൾ മരിക്കുമ്പോൾ കൂടെ മരിക്കാൻ മാത്രം നിങ്ങളോട് പറയരുത്. അതെന്താ? ഈ പീഡി അനാഥായി പോവും ആ ഒരൊറ്റ കാരണം കൊണ്ട്. നീ ഇവിടെ ഒന്നും നിൽക്കണ്ടവനല്ലടാ. ഇരിക്കേ. ആണോ? ഇരിക്കേ. ഇപ്പോഴെങ്കിലും നിങ്ങളെ മനസ്സിലാക്കിയല്ലേ മുതലാളി. ഇതെന്താന്നാ പറഞ്ഞ? ചൈൽഡ് ലേബർ. അല്ലെന്റെ ഉമ്മ. ചൈൽഡ് ലേബർ നിന്റെ ഇതല്ല സാധനം. ഞാൻ നാളെ ഒരാൾക്ക് കൊടുത്താണല്ലോ. ശിവക്ഷേത്രമാ? നല്ല പവർഫുൾ മൂർത്തിയാ. ഡിഡ് യു ഗോ ദേർ ആഞ്ചല? അരവിന്ദേട്ട റിസൾട്ട് നോക്കാൻ പോയിരിക്കുക. വാട്ട് ഈസ് യുവർ പ്ലാൻ ഫോർ ടുഡേ? ദേ അരവിന്ദേട്ടൻ വിളിക്കുന്നു. ഐ വിൽ കോൾ യു ബാക്ക്. ഓക്കെ അഞ്ജല. അരവിന്ദേട്ട എന്തായി? റിസൾട്ട് കിട്ടിയോ? നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടി. പക്ഷെ അവന്റെ കുറച്ച് പേപ്പേഴ്സും കൂടെ ചെക്ക് ചെയ്യേണ്ടതാണ് അവരുടെ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു. അങ്ങനെ ഒരു കീഴ്വഴക്കം അവിടെ ഇല്ലല്ലോ. ശരിയാണ്, ഞാനും ചോദിച്ചു. ഇങ്ങനെ തെറ്റായ ഒരു കീഴ്വഴക്കമുള്ള സ്കൂളിൽ എൻ്റെ മോൻ പഠിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങിപ്പോയി. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ആരോ വന്നു. ഹലോ. പേടിച്ചിട്ട് പുറത്തു നിന്നാ. പ്രിയ ഊണ് കഴിച്ചാലോ? ഗുഡ് ബോയ്. ഇനി പനി വരുമ്പോ കഴിക്കുന്ന ബ്ലൂ കളർ ഗുളിക എടുത്താ. ബ്ലൂ കളർ എടുക്കാൻ. ഇനി ചുമ വരുമ്പോ കഴിക്കുന്ന റെഡ് കളർ സിറപ്പ് എടുത്തേ. റെഡ് കളറോ? ഇതല്ലേ? ഗുഡ് ബോയ്. ഇനി നമ്മൾ ഏതെടുക്കും? ഹാപ്പി അല്ലേ?
അരവിന്ദേട്ടൻ ഒരു അസിസ്റ്റന്റ് ആയല്ലോ. പിന്നല്ലാതെ 5 വയസ്സുള്ളപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി വല്ല അറിയായിരുന്നു? പിന്നെ ഇനി കുറച്ച് കഴിയുമ്പോൾ ബൈക്ക് ഓടിക്കാനും കൂടി പഠിപ്പിക്കും. അതെന്തിനാ? എന്നിട്ട് അവനും ഏതെങ്കിലും ക്യാമ്പസിന്റെ വെളിയിൽ പോയി നിൽക്കട്ടെ. ബികോമോ ബിടെക്കോ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞോട്ടെ. പാസ്സായിന്ന് എടുത്തു പറയണ്ട, അപ്പോ അത് കള്ളാവില്ലല്ലോ. നിങ്ങൾ എന്നെ പറ്റിച്ചതുപോലെ അവനും ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പറ്റിക്കട്ടെ. അച്ഛാ തലവേനിക്കുള്ള മരുന്ന് തരട്ടെ? അമ്മയ്ക്ക് വട്ടായിരിക്കുക, നമുക്ക് പിന്നെ കളിക്കാം. ഒന്നേ ക്ലബ് ചെയ്തേ. ഓക്കേ. നിങ്ങൾക്കെല്ലാം ഒരു തമാശയാ. ശ്രദ്ധിച്ചു കേട്ടോളൂ അരവിന്ദേട്ടാ, ഇനി സെന്റ് ആന്റണീസിലും കൂടി കിട്ടിയില്ലെങ്കിൽ അതോടെ തീർന്നു പൊന്നുമോന്റെ ഫ്യൂച്ചർ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ദേ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഡൊണേഷനോ റെക്കമെൻഡേഷനോ കൈക്കൂലിയോ എന്ത് ചെയ്താലും വേണ്ടില്ല. ഡാ, പോയി ഹോംവർക്ക് ചെയ്യടാ. ഞാൻ ഹോംവർക്ക് ചെയ്തമ്മേ. എന്ന് എന്തെങ്കിലും എടുത്തു വെച്ച് പഠിക്കും. 24 മണിക്കൂറും കാർട്ടൂൺ, അതിനൊരു കുഴപ്പമില്ല. എല്ലാം ഞാൻ നിർത്തും, നോക്കിക്കോ. ഇവിടെ വഴി മുടക്കി ഇരുന്നോളൂ. അച്ഛാ വാ അച്ഛാ. അച്ഛനെ അമ്മ തല്ലിയോ? അമ്മ തലോടിയതാട്ട. ആണോ? സാരമില്ല, മോൻ പോയി TV കണ്ടോട്ടോ. കണ്ടോ. എന്താ അരവിന്ദേട്ടാ അവിടെ? വാ. സോറി അരവിന്ദേട്ടാ, ഞാൻ ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ടു അല്ലേ? അതൊന്നും കുഴപ്പമില്ല. ഞാനേ വേറെ കാര്യം നോക്കാനാ. 2 ലക്ഷം രൂപയുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. മെഡിക്കൽ ഷോപ്പും കൂടെ പണയം വെച്ചാൽ 3 ലക്ഷം രൂപ കൂടെ കിട്ടും. പിന്നെ മരുന്ന് കൊടുത്ത വകയിൽ അവിടെ നിന്നൊക്കെ കിട്ടാനുണ്ട്. പക്ഷേ അതിൽ പലരും മരിച്ചുപോയി, കിട്ടാൻ വഴിയില്ല. എന്തായാലും മനുവിന് സ്കൂളിൽ ഡൊണേഷൻ കൊടുക്കാതെ ധാരാളം. ഏത് സ്കൂൾ വേണമെന്നുള്ളത് നിന്റെ ഇഷ്ടം, ഏത് വേണേലും പറഞ്ഞു. അത് അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞതല്ലേ. അതിന് അരവിന്ദേട്ടൻ ഇത്രയും നാള് സേവ് ചെയ്ത് വെച്ചതൊക്കെ കളയാൻ പോവാ? നിങ്ങൾക്കല്ലാതെ പിന്നെ എനിക്കെന്തിനാ അതൊക്കെ? എനിക്ക് ഷൈനിങ് സ്റ്റാർസ് മതി. അതേത് സ്കൂളാ? ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് ട്രീസിയുടെ പരിചയത്തിൽപ്പെട്ട ഒരു മാഡം നടത്തുന്ന ഗ്രൂമിംഗ് സ്കൂളാ. ഗ്രൂമിംഗ് സ്കൂളോ? അതെന്താ? മനുവിന്റെ പ്ലേ സ്കൂളല്ലേ അതുപോലെ, പക്ഷെ ഒരു പുതിയ കോൺസെപ്റ്റാ. കുട്ടികളുടെ കൂടെ അവര് പാരന്റ്സിനെ കോച്ച് ചെയ്യും സ്കൂൾ അഡ്മിഷന് വേണ്ടി. അവിടെ ചേർന്ന അഡ്മിഷൻ ഉറപ്പാ. അരവിന്ദേട്ടൻ അവിടെ ഇഷ്ടപ്പെടും, സത്യം. ഒരാഴ്ച പോയാ മതി. ഈ പ്രായത്തില് ഒന്നും കൂടെ സ്കൂളിൽ പോവാന്ന് പറഞ്ഞാല് നാട്ടുകാരെനിക്ക് വട്ടാന്ന് പറയും. ഞാനില്ല, എനിക്ക് പറ്റില്ല. ബാക്കി എല്ലാവരും. ബാക്കി ആര്? ട്രീസ, പിന്നെ ഒരു 3-4 ഫാമിലീസ്. നമുക്ക് മാത്രം ഒന്നും. അവർക്കൊക്കെ വീണ്ടും സ്കൂളിൽ പോകാൻ ആഗ്രഹം ഉണ്ടാവും, എനിക്കില്ല. പണ്ട് തൊട്ടേ സ്കൂൾ കണ്ട് എൻ്റെ കൈയും കാലും പറിക്കും. അവർക്കൊക്കെ വീട്ടിൽ ധാരാളം കാശും ഉണ്ടാവും. നമുക്ക് കടയിൽ വിശ്വസിച്ച് നിർത്തി പോകാൻ പോലും ആളില്ല, അറിയോ? പ്ലീസ് അരവിന്ദേട്ടാ, നമ്മുടെ മനുവിന് വേണ്ടിയിട്ടല്ലേ, ഒരേ ഒരാഴ്ച. ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. നീയോ? 4-5 ലക്ഷം രൂപ ലാഭമുള്ള സ്ഥിതിക്ക് കുഴപ്പമില്ല. ഇനി ഈ സ്കൂളിൽ അഡ്മിഷൻ ഇന്റർവ്യൂവിന് പോണ്ടി വരുമോ? അങ്ങനെയൊന്നുമില്ല. എന്നാ നാണം കേടാ. താങ്ക് യു അരവിന്ദേട്ടാ. പേടിയുണ്ടോ? ചെറുതായിട്ട്. പേടിക്കണ്ട ഒരു കാര്യമില്ല. എന്നാലും അവിടെയല്ല ഇവിടെയല്ലേ മോനെ? ഇവിടെ വെക്കൽ സാറിനെ. എന്നാ അത് ഇവിടെ തന്നെ വെക്കുന്നേ. ഓ, ഒരു ഉറുമ്പ് കടിക്കുന്ന വേന ഉണ്ടാവുന്നു, ചിലപ്പോ 2 ഉറുമ്പ്. കരയല്ലേ? അയ്യോ, ഇതെല്ലാം പോയല്ലോ. അല്ല, ഇത് ഞാൻ വേണം ഒഴിവാക്കിയാ. ഇവിടെ ഈ ദോശ ഉണ്ടാക്കുമ്പോ കുറച്ച് മാവ് ഒഴിവാക്കൂലേ? ഓ, കൊതിക്ക്. അതന്നെ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് സാധനം, വേണ്ടാണ്ട് കെട്ടിക്കിടക്കുക. ഓ, അങ്ങനെ. 2 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് വരും, ഒരാളില്ലാത്തപ്പോ കേട്ടോ. വെറുതെ മനുഷ്യനെ കണക്കെടുത്തു. നല്ല മൊഞ്ചനായിണ്ടല്ലോ. അതവിടെ ഇരിക്കട്ടെ, നീ ഇതെന്താ കാണിച്ചേ? എടാ, ആള് തട്ടിപ്പോവും. ഇതാണ് നിങ്ങളെ കുഴപ്പം. ഒരു പണി എടുക്കാൻ നിങ്ങൾ സമ്മതിക്കൂല. ഞാൻ ഇവിടെ കിടന്ന് മുരടിച്ച് പോവേ ഉള്ളൂ. ഇനി എന്ത് മുരടിക്കാൻ? ഞാനൊരു ഡോക്ടറാവാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളാ, നിങ്ങൾക്ക് അറിയില്ലേ? എടാ, ഡോക്ടർ ആണെങ്കിലേ ആദ്യം സ്കൂളിൽ പോകണം, പിന്നെ കോളേജിലും. അഞ്ഞും പോവാലോ, നിങ്ങളിപ്പം പോണില്ലേ? അല്ല, അങ്ങനെയല്ല. അതെ, ഒരാഴ്ചത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ആത്മാർത്ഥത തെളിയിക്കാൻ ഒരു അവസരം തന്നിരുന്നു. ഞാൻ എങ്ങനെയാ മുതലാളി ഇങ്ങോട്ട് നന്ദി പറയണ്ടേ? നന്ദിയൊക്കെ അവിടെ ഇരിക്കട്ടെ.
എല്ലാ വിവരങ്ങളും അപ്പപ്പോ എന്നെ അറിയിക്കണം. എന്ത് വിവരങ്ങള്? ലോക വിവരങ്ങൾ. ലോകവിവരം? എടാ, കടയിലെ വിവരങ്ങൾ എന്നെ അറിയിക്കണമെന്ന്. ആ, അതറിയിക്കൂ. കട ഞാൻ തിരിച്ചു വരുമ്പോ ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവണം. ആവൂ, അപ്പൊ മരുന്ന് നിൽക്കണ്ടല്ലേ? സ്കൂളിൽ പഠിച്ച് വലിയ ആളെ നമ്മളൊന്നും മറക്കല്ലേ മുരാളി. മുമ്പൊക്കെ ഒരു സെൽഫി എടുത്താലോ? ഞാൻ തിരിച്ചു വരുവാടാ. അല്ല, അതുവരെ എനിക്ക് കാണണ്ടേ? അതെ, സെൽഫി എടുക്കണമെങ്കിൽ മിനിമം ഈ കൈക്ക് നീളം വേണം. ഓ, അങ്ങനെ ഉണ്ടല്ലേ. സ്മൈൽ. ഹലോ, അരവിന്ദ് വീണ്ടും സ്കൂളിൽ പോകണമെന്ന് കേട്ടു. പഠിക്കാനാ? അല്ല, ഷേവ് ചെയ്യാൻ. ആഹാ, ഷർട്ടൊക്കെ ഇൻ ചെയ്ത് സ്മാർട്ട് ആയിട്ടുണ്ടല്ലോ. അതെ, ജൂനിയർ ഹോളിസിന്റെ ഒപ്പം വാട്ടർ ബോട്ടിൽ ഫ്രീയാ. ഒരു 10 എടുത്തോട്ടെ? വേണ്ട, ആദ്യമായിട്ടൊന്ന് ഷർട്ട് ഉള്ളിലേക്ക് ഇട്ടത് അത് പോയി. എക്സ്ക്യൂസ് മീ പ്ലീസ്. ഇനി മുതൽ എനിക്കാണ് ഇവിടുത്തെ ഇൻചാർജ്. കാര്യങ്ങൾ ഞാനായിട്ട് ഡീൽ ചെയ്താൽ മതി. കുറച്ച് മുന്നേ ഒരു വാട്ടർ ബോട്ടിലിന്റെ കാര്യം പറഞ്ഞേ, അതൊരു 10 എടുത്തോളൂ. വീട്ടിലാവശ്യത്തിനാ. ഈ ഹോട്ടലിലാണോ ക്ലാസ്? ഹോട്ടലല്ല, ഇത് അവരുടെ തന്നെ കോളേജാ. വാ. ഫ്രീ ആണല്ലോ അല്ലേ? ഫ്രീയാ, വാ. അവിടെ അമ്മ ഇത് സ്കൂളാണോ? നമസ്കാരം. നമസ്കാരം സാർ. നോക്കി അത് മാറ്റി. അവിടെ നല്ല പഠിപ്പീരാ. കൊള്ളാം. നമ്മൾ പറയുന്നത് പോലൊന്നും അല്ല. അതെ, ആംബിസിൽ 3-ാമത്തെ റാക്കിൽ. ഫോൺ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. വെക്കൂ. ഊണ് കഴിക്കണമെങ്കിൽ ഇത് വേണം. അതൊന്നും വേണ്ട. Good morning, everyone. Please sit down. A very warm welcome to all of you. Asian School of Businessന്റെ ഷൈനിങ് സ്റ്റാർസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വീണ്ടും ചെറിയ കുട്ടികളെ പോലെ ക്ലാസ്സിലിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? കസേരയൊക്കെ കണ്ടിട്ട് പാർലമെന്റിൽ ഇരിക്കണ പോലെ ഉണ്ട്. എനിവേ, മൈ നെയിം ഈസ് ദീപിക. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നത് നമ്മുടെ സ്വപ്നമാണ്. അതുകൊണ്ടാണല്ലോ എല്ലാ ജോലികളും മാറ്റിവെച്ച് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് RTE 4th August 2009 ആർട്ടിക്കിൾ നമ്പർ 21A ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഒരു സ്കൂൾ അഡ്മിഷന് വേണ്ടി കുട്ടികളെയോ അവരുടെ മാതാപിതാക്കളെയോ ഇന്റർവ്യൂ ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷെ മിക്ക സ്കൂളുകളും ഇതേ ഇന്റർവ്യൂ വേറെ പല പേരുകളിൽ ഇപ്പോഴും നടത്തി വരുന്നുണ്ട്, ലൈക്ക് ആൻ ഇന്ററാക്റ്റീവ് സെഷൻ. ഇനി ഈ റൂൾസ് ഒക്കെ മാറ്റി നിങ്ങളുടെ കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ ഒരുപാട് ടൈം എടുക്കില്ലേ? അതുകൊണ്ട് ലെറ്റ്സ് ട്രൈ ആൻഡ് സേ വാട്ട് വി ക്യാൻ ഡു വിത്തിൻ ദ എക്സിസ്റ്റിംഗ് റൂൾസ് ആൻഡ് സിസ്റ്റംസ്. ഇനി നമ്മൾ ഒരുമിച്ച് ചെലവിടാൻ പോകുന്ന ഈ ഒരാഴ്ച മതിയായേക്കും നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലെ കൊച്ചു ഷൈനിങ് സ്റ്റാർസിനും സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ. സോ ലെറ്റ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. മാഡം, എൻ്റെ പേര് ചാക്കോ. ചാലയിലെ ചാക്കോ ആൻഡ് സൺസ് തുണിക്കട എൻ്റെതാണ്. ഇതെൻ്റെ ഭാര്യ ട്രീസ. താങ്ക് യു വെരി മച്ച്. പ്ലീസ് സിറ്റ്. ഞാൻ സതീഷ് കാച്ചാനി, KPSPയുടെ ജില്ലാ സെക്രട്ടറി. ഇതെൻ്റെ സഖ്യകക്ഷി മിസ്സിസ് മീര സതീഷ്. വെരി നൈസ്, താങ്ക് യു. ഞാൻ ഷമീർ. ഇതെന്റെ ഭാര്യ നൂറ. ഞാൻ ഇക്കനെ കടയിൽ സഹായിക്കും. എന്റെ ചിക്കൻ സെൽഫ് ഭയങ്കര ഫേമസ് ആണ്. ആദ്യം കോഴീനെ ഇങ്ങനെ നിർത്തിയിട്ട് സംജാനം പാലിക്കോ പ്ലീസ്. ആൽവിൻ കുര്യാക്കോസ്, വൈഫ് ഫെനി. ഓ, വെരി നൈസ്. പ്ലീസ് സിറ്റ്. താങ്ക്സ്. നെക്സ്റ്റ്. മാഡം, ഐ മോഹൻ. ഹായ്. സർക്കാർ ഉദ്യോഗസ്ഥനാ. ഇതെന്റെ വൈഫ് മീനാക്ഷി. നമസ്തേ. ഞങ്ങളുടെ നാട് ഉണ്ടകുണ്ടടുത്ത് അനപ്പറയാ. എൻ്റെ പേര് അരവിന്ദ്. ഹായ്. പ്രിയ മെഡിക്കൽ ഷോപ്പ് ഓണറാണ്. വൈഫ് പ്രിയ അക്കൗണ്ടന്റ് ആണ്. നാട് ഉണ്ടങ്കോടിനടുത്ത് ആനപ്പാറ. സ്കൂളിൽ തന്നെ അരവിന്ദ് TP എന്ന് വിളിക്കും. Okay, please sit. വേണ്ട, നിൽക്കായിരുന്നു.